ഈ പെട്ടി വിവാദത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു ചലച്ചിത്രം, ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ അത്യാവശ്യം കൊള്ളാവുന്ന പ്രേക്ഷക പ്രതികരണവുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. റോന്ത് എന്നാണ് ആ സിനിമയുടെ പേര്. ആ റോന്ത് എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ രണ്ട് പോലീസുകാരാണ്, രണ്ട് സാധാരണ പോലീസുകാരാണ്. ആ സിനിമയെക്കുറിച്ച് ശൈലൻ എന്ന വ്യക്തി എഴുതിയിരിക്കുന്ന ആസ്വാദനക്കുറിപ്പ് വായിച്ചാൽ ഇപ്പോഴത്തെ നിലമ്പൂരിലെ ഈ പെട്ടി വിവാദവുമായിട്ട് അതിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നൊക്കെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. പ്രത്യക്ഷത്തിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ നമ്മുടെയൊക്കെ മുന്നിലേക്ക് രാത്രികാലങ്ങളിൽ വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ കൈ കാണിക്കുന്ന പോലീസുകാരോട് നമ്മൾക്കുള്ളിൽ തോന്നുന്ന വിചാരവും ആ പോലീസുകാർക്ക് യഥാർത്ഥത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും എന്തൊക്കെയാണ് എന്ന് റോന്ത് എന്ന ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഈ ഒരു കുറിപ്പിൽ, ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ശൈലൻ എന്ന വ്യക്തി എഴുതിയിരിക്കുന്നത്. രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ പോലീസ് പട്രോളിംഗ് ജീപ്പ് പാസ് ചെയ്യുന്നതോ നിർത്തിയിട്ടതോ കണ്ടാൽ ഒരു കാരണവുമില്ലാതെ അസ്വസ്ഥരാവുകയും തെറി പറയുകയും ചെയ്യുന്ന യാത്രക്കാരെ കണ്ടിട്ടുണ്ട്. ഈ സിനിമ, അതായത് റോന്ത് എന്ന സിനിമ കണ്ടതിന് ശേഷം അവരൊക്കെ ഒന്ന് മടിക്കും അങ്ങനെ പറയും മുൻപേ. രണ്ട് സാധാ പോലീസുകാരുടെ ഒരു രാത്രിയിലെ നൈറ്റ് പട്രോളിംഗ് അനുഭവങ്ങളാണ് സിനിമയുടെ 90%. എന്തൊക്കെ വിചിത്രമായതും ദുർഘടവുമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയാലാണ് ഈ മനുഷ്യരുടെ ഒരു ദിവസം കടന്നു പോവുക എന്ന് കാണുമ്പോൾ ഒരു ദിവസം മനസ്സുകൊണ്ട് അവരെ ഒന്ന് സല്യൂട്ട് ചെയ്തു പോകും. കേരള പോലീസിലെ പച്ച മനുഷ്യർക്കുള്ള ട്രിബ്യൂട്ട് എന്ന നിലയിലും ഷാഫി കബീർ എഴുതിയ മികച്ച തിരക്കഥയായും അതിനെ വിലയിരുത്താം. ഈ അടുത്ത വർഷങ്ങളിൽ തന്നെ എഴുതപ്പെട്ട ഏറ്റവും ഗംഭീരമായ സബ് ഇൻസ്പെക്ടർ യോഹന്നാൻ, അയാളുടെ ക്യാരക്ടറൈസേഷനിൽ ഓരോ നിമിഷവും മിന്നിമായുന്ന വ്യത്യസ്ത ഷേഡുകൾ അമ്പരപ്പിക്കുന്നതാണ് എന്ന് എഴുതുന്നു ദിലീഷ് പോത്തൻ. റോന്ത് എന്ന സിനിമയിൽ ഏത് രീതിയിലാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്നത് എന്ന്. ഇത് ഞാനിപ്പോൾ നിലമ്പൂരിലെ പെട്ടി വിവാദവുമായിട്ട് ഇതിന് പ്രത്യക്ഷ ബന്ധമില്ല എങ്കിൽ പോലും ആ പെട്ടി പരിശോധിക്കാൻ കൈ കാണിച്ച് നിർത്തുകയും ഒക്കെ ചെയ്യുന്ന പോലീസുകാർ, ആ പോലീസുകാർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള പോലീസുകാരാണ്. അവർക്ക് വ്യക്തി ജീവിതമുണ്ട്, അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഒരു രാത്രി എന്ന് പറയുന്ന അത്രമേൽ സങ്കീർണമാണ്. ആ സങ്കീർണതയെ ആവിഷ്കരിക്കുന്ന സിനിമ എന്നുള്ള നിലയ്ക്ക് ഈ സിനിമയെക്കുറിച്ച് ഇപ്പോൾ ശൈലൻ എന്ന വ്യക്തി എഴുതിയത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ.